ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു ഐറ്റമാണ് ഈ റവ ലഡു. ഉപ്പുമാവ് വേണ്ടവർക്ക് ഉപ്പുമാവും കഴിക്കാം, റവ ലഡു വേണ്ടവർക്ക് റവ ലഡും കഴിക്കാം. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാം. ഇതിന് 2 ടീസ്പൂൺ നെയ്യിലേക്ക് കാഷ്യൂം കിസ്മിസും വറുത്ത് കോരി എടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ 1 കപ്പ് റവയും കൂടെ വറുത്ത് കോരി എടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. നല്ലോണം ചുവന്ന കളർ ആവുന്നത് വരെ വറുത്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ റവ ലഡു കഴിക്കുമ്പോൾ ഹാർഡായിരിക്കും. ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു വാസനയൊക്കെ വരും. അപ്പോൾ വേണം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാൻ. ഇനി അതേ പാനിലേക്ക് നമ്മൾ റവ എടുത്ത കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലുള്ള വെള്ളം വറ്റുന്നതിൻ്റെ മുമ്പ് തന്നെ റവ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോഴൊക്കെ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കൈ പൊള്ളാത്ത ചൂടെത്തുന്ന സമയത്ത് നമുക്കിത് ലഡു പോലെ ഉരുട്ടിയെടുക്കാം.